ഹായ് ലേണേഴ്സ്. അപ്പോൾ I+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളുടെ ഈ ഒരു കോർ ഏരിയ ഡിസ്കഷൻ സീരീസിൻ്റെ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഫസ്റ്റ് യൂണിറ്റിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളുടെ സെക്കൻഡ് യൂണിറ്റ് നോക്കാം അല്ലേ? അതായത് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞതായിരുന്നു, നമ്മൾ ഈ ഒരു സീരീസിൽ കൂടെ ഉദ്ദേശിക്കുന്നത് ഇനിയുള്ള 2 മാസം കൊണ്ട്, ഇനിയും പഠിച്ചിട്ടില്ലാത്തവർക്ക് ഇനിയുള്ള 2 മാസം മിനിമം എത്രയെങ്കിലും പഠിക്കണം, ഇത്രയെങ്കിലും പഠിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ട് കോർ ഏരിയാസിനെ പറ്റി മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് ആണ്. അപ്പം നിങ്ങൾ ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഈ നോട്ട്സ് മാത്രമായിട്ട് പോകാതെ മിനിമം ഇത്രയെങ്കിലും പഠിക്കണം, ഇത്രയെങ്കിലും പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കണം. അപ്പം നമുക്ക് ഈ ഒരു അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിങ്ങിനെയും 2 പാർട്ടായിട്ട് തിരിക്കാം അല്ലേ? ഏതൊക്കെയാണ്? അക്കൗണ്ടിങ്ങും ഉണ്ട്, ഓഡിറ്റിങ്ങും ഉണ്ട്. കുറച്ച് വൈഡായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ അക്കൗണ്ടിങ്ങിലോട്ട് വരുമ്പം. ഒരുപാട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നമ്മളുടെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിങ്ങും അല്ലെങ്കിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും എല്ലാം ചേരുന്ന നമ്മുടെ ഒരു വൈഡ് ഏരിയ ആണ് നമ്മുടെ ഈ ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമുക്ക് ഈ ഒരു അക്കൗണ്ടിങ്ങിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മിനിമം അല്ലെങ്കിൽ കോർ ഏരിയ എന്ന് പറയുന്ന ഏതൊക്കെ ഏരിയാസ് ആണ്? ഫസ്റ്റ് നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ വട്ടവും ഈ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും കാണാതിരിക്കില്ല. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമുക്കറിയാമല്ലേ? ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ ഉണ്ടല്ലേ? കൺസർവേറ്റിസം എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ ഉണ്ട്. അതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അതേപോലെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് നമുക്ക് കാൽക്കുലേഷൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്. ഈ ഒരു പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റേഷ്യോസ് ഇല്ലേ, നമ്മളുടെ ഗെയിനിങ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയും, ഇപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിനെ പറ്റിയിട്ടും ന്യൂ പാർട്ട്നേഴ്സിനെ പറ്റിയിട്ടും റേഷ്യോസിനെ പറ്റിയിട്ടും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരിക്കണം. കാൽക്കുലേഷൻ നല്ല രീതിയിൽ പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ ആണ് നമ്മളുടെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്. പിന്നെ ഉള്ളത് നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇഷ്യൂ, ഫോർഫീച്ചർ ആൻഡ് റീ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർസിൻ്റെ ഇഷ്യൂവും ഫോർഫീച്ചറും അതിൽ വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നമ്മളുടെ അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളും അല്ലെങ്കിൽ കുറച്ച് കാൽക്കുലേഷൻസും ഇവിടെ വരുന്നുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. പിന്നെ നമ്മളുടെ ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ട്സ് ഉണ്ട്. ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ട്സിലോട്ട് വരുമ്പോഴും നമുക്കറിയാം അല്ലേ, അവിടെ എന്താണ് നമ്മളുടെ ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡറി കമ്പനിയും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെയും വരുന്നുണ്ട്. അവിടെ നമുക്ക് കുറച്ചുകൂടി നിങ്ങൾ സ്ട്രെസ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഗുഡ്വില്ലിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനിയുടെ അക്കൗണ്ട്സിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ നമുക്കുള്ളതാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതിയേക്കുന്നത് കണ്ടിട്ട് ഒരുപാട് വലുതായിട്ട് വിചാരിക്കേണ്ട. അതിനകത്ത് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് ഒരുപാട് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്സ് ഉണ്ട് അല്ലേ? അതായത് മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ബ്രേക്ക് ഈവൻ അനാലിസിസ് ഉണ്ട്, ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബജറ്ററി കൺട്രോൾ, പ്രോസസ് കോസ്റ്റിംഗ്, ABC കോസ്റ്റിംഗ് അതായത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്, കോസ്റ്റിംഗ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്, ടാർഗറ്റ് കോസ്റ്റിംഗ്, കൈസൻ കോസ്റ്റിംഗ്, ജസ്റ്റ് ഇൻ ടൈം കോസ്റ്റിംഗ്, ഇങ്ങനെ ഒരുപാട് ടേംസ് നമ്മളുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് ഒരുപാട് കാൽക്കുലേഷൻസ് ഇല്ല. അതായത് ഈ ടൈപ്സ് ഓഫ് കോസ്റ്റിങ്ങിൽ നിങ്ങൾക്ക് ഒരുപാട് കാൽക്കുലേഷൻസ് ഒന്നും ഇല്ല. പക്ഷേ ഈ കോസ്റ്റിങ്ങിനെ പറ്റിയിട്ടൊക്കെ ബേസിക് കോൺസെപ്റ്റുകൾ, എന്താണ് ഈ ഒരു കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചു വെച്ചിരിക്കണം. കാരണം ഈ ഏതെങ്കിലും ഒരു ടൈപ്പ് കോസ്റ്റിങ്ങിനെ പറ്റിയിട്ട് എന്തായാലും എക്സാമിന് ചോദിക്കാതിരിക്കില്ല. പിന്നെ നമുക്ക് റേഷ്യോ അനാലിസിസ് ഉണ്ട്. അവിടെയും കാൽക്കുലേഷൻസ് വരുന്ന ഒരു പാർട്ടാണ് റേഷ്യോ അനാലിസിസ്. പല ടൈപ്പ് റേഷ്യോസ് ഉണ്ടല്ലേ? നമ്മൾ ഒരുപാട് റേഷ്യോസിനെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റേഷ്യോസിനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ ഫണ്ട് ഫ്ലോ അനാലിസിസ് ആൻഡ് ക്യാഷ് ഫ്ലോ അനാലിസിസ് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് ഈ ഒരു ഫണ്ട് ഫ്ലോ അനാലിസിസ് ആൻഡ് ക്യാഷ് ഫ്ലോ അനാലിസിസ്. ഇതിൽ നമുക്കറിയാം ഇപ്പം ഫണ്ടുകളെ ആപ്ലിക്കേഷൻ ആൻഡ് സോഴ്സ് ഓഫ് ഫണ്ട് ഒക്കെ ഉണ്ടല്ലേ? അതൊക്കെ നമ്മളുടെ ഈ ഒരു ഏരിയയിൽ വരുന്നതാണ്. നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ് ഈ പറയുന്ന ഫണ്ട് ഫ്ലോ അനാലിസിസ് ആൻഡ് ക്യാഷ് ഫ്ലോ അനാലിസിസ്. പിന്നെ നമ്മളുടെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് IFRS, മാച്ച് ദ ഫോളോയിങ്ങിൽ എന്തായാലും ചോദിച്ചിരിക്കും അല്ലേ? മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന ഇന്ത്യ ASഉം IFRS അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നമുക്കറിയാം ഇന്ത്യൻ AS എന്ന് പറയുമ്പോൾ ഈ ഒരുപാട് വരുന്നുണ്ടല്ലേ? ഇപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. അപ്പം ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഏതാണെന്ന് പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കണം. കാരണം നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്.
അപ്പൊ നിങ്ങൾ അക്കൗണ്ടിങ്ങിനകത്ത് ബേസിക് ആയിട്ട് അത്രയും കാര്യങ്ങളാണ് മിനിമം നിങ്ങൾ നോക്കിയിരിക്കേണ്ടത്. ഇനി നമുക്ക് ഓഡിറ്റിങ്ങിലോട്ട് പോകാം. ഓഡിറ്റിങ്ങിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ നോക്കണം? അക്കൗണ്ടിങ് തന്നെ നമുക്ക് ഒരുപാട് നോക്കാനുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഓഡിറ്റിങ്ങിലോട്ട് അധികം പോകാനുള്ള ടൈം ഇല്ല. അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഓഡിറ്റിംഗ് എന്താണ്, അതുപോലെ തന്നെ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഓഡിറ്റിംഗ് ആണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. ഓഡിറ്റിംഗിൽ വന്നിട്ടുള്ള റീസെന്റ് ട്രെൻഡ്സ്, അതായത് മാനേജ്മെന്റ് ഓഡിറ്റ്, എനർജി ഓഡിറ്റ്, എൻവയോൺമെന്റ് ഓഡിറ്റ്, സിസ്റ്റംസ് ഓഡിറ്റ്, സേഫ്റ്റി ഓഡിറ്റ്, ഇങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ഓഡിറ്റിനെയാണ് നിങ്ങൾ ഈ ഒരു ഏരിയയിൽ കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ട ഒരു പാർട്ട്. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്, അതായത് നമ്മളുടെ UGC നെറ്റ് കൊമേഴ്സിന്റെ സെക്കൻഡ് യൂണിറ്റിൽ നിങ്ങൾ ഇനിയും പഠിച്ചിട്ടില്ലാത്തവർ ഇനിയും പഠിച്ചിരിക്കേണ്ട ഏരിയാസ് ആണ് നമ്മൾ പറഞ്ഞത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് കോൺസെപ്റ്റ്, ദെൻ പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, അതിൽ ഇഷ്യൂ, ഫോർഫീച്ചർ ആൻഡ് റീ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ട്സ്, ദെൻ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, പിന്നെ നമ്മളുടെ റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് IFRS. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏതിൽ നോക്കിയിരിക്കണം? അക്കൗണ്ടിങ്ങിൽ നോക്കിയിരിക്കണം. പിന്നെ നമ്മളുടെ ഓഡിറ്റിങ്ങിലോട്ട് വരുമ്പോൾ എന്താണ് ഓഡിറ്റിംഗ്, അതുപോലെ തന്നെ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഓഡിറ്റിംഗ്, അതായത് പല ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മിനിമം ഏതിൽ നോക്കിയിരിക്കേണ്ടത്? നമ്മളുടെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗിൽ കോമേഴ്സ് സ്റ്റുഡൻസ് മിനിമം നോക്കിയിരിക്കേണ്ട ഏരിയാസ്. അപ്പം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് യൂണിറ്റിനെ പറ്റിയിട്ടും ഇതുപോലൊരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് പോയൊന്ന് കാണുക. ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പം നമുക്ക് സെക്കൻഡ് യൂണിറ്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമ്മളുടെ ബാക്കി ഇനി 8 യൂണിറ്റും കൂടെ ഉണ്ടല്ലേ? നമുക്ക് ടോട്ടൽ 10 യൂണിറ്റല്ലേ ഉള്ളത്. അപ്പം ഇനിയും നമുക്കൊരു 8 യൂണിറ്റും കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി വീഡിയോസും ഓരോ സീരീസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.